Hello my dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of the poem How Many More Days Democracy by Samir Tandi. Readings from the Fringes, 2nd semester, Calicut University, Common English. Answer the following questions in a sentence or two. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 1 or 2 സെൻറ്റൻസിൽ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, I hear your bedlam democracy. Explain. ഐ ഹിയർ യുവർ ബെഡ്ലാം ഡെമോക്രസി. എനിക്ക് നിൻ്റെ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു കാഹളം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇൻ ദിസ് ലൈൻ ദ പോയിറ്റ് ടോക്ക് അബൌട്ട് ദ ബാഡ് സ്റ്റേറ്റ് ഓഫ് ദ ഡെമോക്രസി. അപ്പോൾ ഈ ഒരു ലൈനിലൂടെ പോയിറ്റ് പറയുന്നത് ഡെമോക്രസിയുടെ ആ ഒരു മോശമായിട്ടുള്ള അവസ്ഥനെയാണ് പറയുന്നത്. പോയിറ്റ് സേസ് ദാറ്റ് ഹി ക്യാൻ ഹിയർ ദ കൺഫ്യൂസ്ഡ് അപ്രോർ ഓഫ് ദ ഡെമോക്രസി. അതായത് പോയിറ്റ് പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു അപ്രോർ, ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാഹളം കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് ഡെമോക്രസി അപ്പിയർ ടു ദ പോയിറ്റ്. പോയിറ്റിന് മുമ്പിൽ എങ്ങനെയാണ് ഡെമോക്രസി അപ്പിയർ ആയിട്ടുള്ളത്? ഡെമോക്രസി അപ്പിയർ ടു ദ പോയിറ്റ് ആസ് ഹെഡ് ഡൗൺ ഓൺ ബെൻഡഡ് നീസ് വിത്ത് ഐസ് ക്ലോസ്ഡ്. എങ്ങനെയാണ് ഡെമോക്രസിനെ കാണപ്പെടുന്നത്? ഹെഡ് ഡൗൺ, തലകുനിഞ്ഞ്, ഓൺ ബെൻഡഡ് നീസ്, മുട്ടുകുത്തി, വിത്ത് ഐസ് ക്ലോസ്ഡ്. നെക്സ്റ്റ്, വൈ ഡസ് ഹി കോൾ ഡെമോക്രസി ബാരൻ. എന്തുകൊണ്ടാണ് പോയിറ്റ് ഡെമോക്രസിനെ ബാരൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ബാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്രസി തരിശാണെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. പോയിറ്റ് കോൾ ഡെമോക്രസി ആസ് ബാരൻ ബിക്കോസ് ഡെമോക്രസി ആസ് ചെയിൻഡ്, മ്യൂട്ടിലേറ്റഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ്. അതായത് ഡെമോക്രസി അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, മ്യൂട്ടിലേറ്റഡ് ആയിട്ടുണ്ട്, ചെയിൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോയിറ്റ് ഇങ്ങനെ ഡെമോക്രസിനെ ബാരൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഡെമോക്രസിയുടെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഡെമോക്രസി ബാരൻ എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ്, ഡെമോക്രസി ഐ വിഷ് യു എ ലോങ് ലൈഫ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദിസ് ലൈൻ. അപ്പോൾ ഈ ഒരു ലൈനിലെ ഫിഗർ ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെമോക്രസി ഐ വിഷ് യു എ ലോങ് ലൈഫ്. ഇവിടെ ഡെമോക്രസി എന്ന് പറയുന്നതിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് പെർസോണിഫിക്കേഷൻ ആണെന്ന് പറയാം. അട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് തിങ്സ്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനാനിമേറ്റ് തിങ്സ്, അതായത് ഒബ്ജക്ട്സിന് ഹ്യൂമൻ ക്വാളിറ്റി നൽകുന്നതാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പാരഗ്രാഫിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ 100 വേർഡ്സിനാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കുക. ഫസ്റ്റ്, ഹൗ ഡസ് എ പോയിറ്റ് ഡിസ്ക്രൈബ് ദ പ്രസൻറ്റ് കണ്ടീഷൻ ഓഫ് ഡെമോക്രസി. പോയിറ്റ് എങ്ങനെയാണ് ഡെമോക്രസിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. How many more days democracy by Samir Tandi. Poet described the present condition of democracy. Tandi described democracy as chained, mutilated and humiliated. Democracy appeared to the poet as head down on bended knees with eyes closed. The sharp and striking images employed by the poet engage the reader and drive home the stark reality that democracy is in danger. അപ്പോൾ എങ്ങനെയാണ് പോയിറ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡെമോക്രസിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ? ഡെമോക്രസി എന്താണ്? ചെയിൻഡ് ആണ്, മ്യൂട്ടിലേറ്റഡ് ആണ്, അതുപോലെ ഹ്യൂമിലിയേറ്റഡ് ആണ്. അതായത് ഒരു സീരിയസ് ഡാമേജ് സംഭവിച്ചിരിക്കുകയാണ് ഡെമോക്രസിക്ക്. അതുപോലെ വളരെ അപമാനിക്കപ്പെട്ട നിലയിലാണ് ഡെമോക്രസിനെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി. അതായത് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി ബൈ സമീർ താന്തി. ദ ടൈറ്റിൽ ഓഫ് ദ പോം ഡിസ്ക്രൈബ്സ് the present condition of democracy. Title reveal the reality that democracy is in danger. Tandi describes democracy as chained, mutilated and humiliated. Democracy appear as head down on bended knees with eyes closed. Tandi's poem was inspired by the expectations that remain unfulfilled decades after independence and by the exclusion, apathy and suppression of marginalized sections that prevent India from being truly free. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ തന്നെ ആ ഒരു ഡെമോക്രസിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് റിവീൽ ചെയ്യിക്കുന്നുണ്ട്. ടൈറ്റിൽ കണ്ടാൽ തന്നെ നമുക്ക് ഡെമോക്രസിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് വേർഡ്സ് ഫ്രം ദ പോം ദാറ്റ് സജസ്റ്റ് ദാറ്റ് ഡെമോക്രസി ഈസ് ഇൻ എ ബാഡ് സ്റ്റേറ്റ്. അതായത് ഈ പോയത്തിൽ നിന്ന് വേർഡ്സ് പിക്ക് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡെമോക്രസി ഒരു
മോശം അവസ്ഥയിലാണെന്ന് കാണിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് പിക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. How many more days? Democracy by Samir Tandi. Poet describes the bad state of democracy. Poet uses words like ഏതൊക്കെ വേർഡ്സ് ആണ്? chained, mutilated, humiliated, barren to describe democracy is in bad state. Okay, next answer the following questions in about 300 words. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലോങ് എസ്സേ ആണ്. 300 വേർഡ്സിന് എഴുതാനുള്ള. ലോങ് എസ്സേ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 300 വേർഡ്സിന് നിങ്ങൾ ലോങ് എസ്സേ എഴുതുന്ന സമയത്ത് ആദ്യം ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ ഓതർ ആരാണ്, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ കൊടുക്കുക. അതുപോലെ ആ ഒരു വർക്കിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നൽകുക. പിന്നീട് മിനിമം 3 ബോഡി പാരഗ്രാഫാണ് എഴുതാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷനും കൊടുക്കുക. ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 5 to 6 ലൈനാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ 2 എസ്സേ ഉണ്ട്. ഞാൻ ഒരു എസ്സേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഹൗ ഡസ് ദ പോയം ബ്രിങ് ഔട്ട് ദി ഡയർ കണ്ടീഷൻ ഓഫ് ഡെമോക്രസി? അതായത് ഈ ഒരു പോയത്തിൽ എങ്ങനെയാണ് ഈ ഒരു പോയം ഡെമോക്രസിയുടെ ആ ഒരു മോശം അവസ്ഥയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് question. How many more days? Democracy by Samir Tandi describe the present condition of democracy. Samir Tandi is a renowned Assami poet. His Spanish word tea garden laborers. In 1979, he wrote a poem which Homen Borghain, an Assami all-round journalist, printed on the front page of Sadhaniya Nagarik, which began the literary career of Tandi. He talks of the disparity among sections of the society as a major cause for concern. He has always been a spokesperson for tea garden laborers who work so hard and never get their due rights. Poet write about the recent history and cultural legacy of their home state. Communal tensions and separatist agitations have plagued Assam for several decades, and in this poem there is lamentation for the blood spilt, the mass deportations and the oppression of minorities. Poet describes democracy as chained, mutilated and humiliated. Democracy appeared to the poet as head down on bended knees with eyes closed. The sharp and striking images employed by the poet engage the reader and drive home the stark reality that democracy is in danger. Now, this poem was inspired by the expectation that remained unfulfilled decades after independence and by the exclusion, apathy and suppression of marginalized sections that prevent India from being truly free. Poet uses words like chained, mutilated, humiliated, barren, etc. to describe democracy in a bad state. Okay, thank you.